ഹായ് എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. ഞാൻ സുധീർ കബീർ. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിൻ്റെ പിന്നിലെ സത്യവും മിഥ്യവും ഒക്കെ ചേർത്ത് ക്വാണ്ടം ഫിസിക്സും ഒക്കെ ചേർത്തുകൊണ്ട് ഒരു വിഷയത്തെ സംബന്ധിച്ചാണ്. ഞാൻ എൻ്റെ അറിവിൽ നിന്ന് മാത്രമല്ല, നിങ്ങൾക്കൊക്കെ അറിയാവുന്ന, നിങ്ങളൊക്കെ കേട്ടിട്ടുള്ള ഹിമാലയൻ മാസ്റ്റർ അഷ്റഫ് മാസ്റ്ററുടെ വാക്കുകൾ കൂടി ഞാൻ ഈ ഒരു കാര്യത്തിലേക്ക് എടുക്കുന്നുണ്ട്. ആ ഒരു വീഡിയോയുടെ ഒരു റിയാക്ഷനും കൂടി ഇതിൻ്റെ അകത്തേക്ക് ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹം പറയുന്ന കാര്യങ്ങളുടെ സാങ്കേതികതയും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ ചേർത്തുകൊണ്ട് നമുക്ക് ഇന്ന് ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാം. അതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. എല്ലാവരുടെയും ജീവിതത്തിൽ ആഗ്രഹങ്ങൾ സഫലമാക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ, അല്ലേ? അതുകൊണ്ട് തന്നെ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ബാക്കിയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഒക്കെ ട്രെൻഡിങ് ആയ ഒരു വാക്ക് തന്നെയാണ് ഈ പറഞ്ഞ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. നമ്മൾ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കാൻ പ്രപഞ്ചം നമ്മളെ സഹായിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലൊരു വാദമാണ് ഈ ഒരു മാനിഫെസ്റ്റേഷന്റെ പിന്നിൽ ഉള്ളത്. സ്വാഭാവികമായിട്ട് നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു എന്ന് പറഞ്ഞ ഹിമാലയൻ മാസ്റ്റർ അഷ്റഫ് മാസ്റ്ററുടെ വീഡിയോ, അദ്ദേഹത്തിൻ്റെ ആ വീഡിയോ കണ്ടപ്പോഴത്തേക്കും അത് നിങ്ങളുമായി ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. കാരണം ഇതിൻ്റെ കുറേ കാര്യങ്ങൾ കേൾക്കാൻ നല്ല രസമാണ്. പക്ഷെ സയൻസ് എന്ന പേരിൽ അദ്ദേഹം തന്നെ പറയുന്ന പല കാര്യങ്ങളും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ്. ശരിക്കും നമ്മുടെ ചിന്തകൾക്ക് മഴ വരെ തോൽപ്പിക്കാൻ പറ്റും, മഴ പെയ്യുന്നതിന് വരെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. ചിന്തകൾ വസ്തുക്കളായി മാറുന്നുവോ എന്ന ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് ഇട്ടുകൊണ്ട് ആദ്യം അദ്ദേഹം പറയുന്നത് മാനിഫെസ്റ്റേഷൻ എന്നാൽ എന്താണെന്നും ചിന്തകൾ എങ്ങനെയാണ് വസ്തുക്കളായി മാറുന്നതെന്നും ഒക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അത് നമുക്കൊന്ന് കേട്ടു നോക്കാം. മനുഷ്യൻ ചിന്തിക്കുന്നത് എന്തുകൊണ്ട് നടക്കുന്നില്ല, അതായത് രൂപീകരിക്കപ്പെടുന്നില്ല. ക്വാണ്ടം തിയറി അതാണോ? ക്വാണ്ടം തിയറി അതായത് എനർജി ഭൗതികമായിട്ട് മാറുന്നു, അല്ലെങ്കിൽ ഇവന്റ്സ് ആയിട്ട് മാറുന്നു, അല്ലെങ്കിൽ സംഭവ വികാസങ്ങളായിട്ട് മാറുന്നു. അതായത് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നത് കൺമുന്നിൽ നടക്കുക, നമ്മുടെ ശക്തി ഉപയോഗിച്ച് നടക്കുക, ഇങ്ങനെയൊക്കെ പറയേണ്ടി വരും. ഒരു കഥയിലേക്ക് കടക്കും പോലെ നമ്മുടെ പവർ ഉപയോഗിച്ച് കാര്യങ്ങൾ നടപ്പാക്കുക. കൺമുന്നിൽ അതിനെയാണ് രൂപീകരണ സിദ്ധാന്തം. ഇതെങ്ങനെയാണ് നടക്കുന്നത്? നമ്മളിൽ നിന്നും തരംഗം പോകുന്നു. ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്, നമ്മളിൽ നിന്നും അനന്തമായ തരംഗങ്ങളാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ചിന്തയും ഓരോ ലിമിറ്റ് ഉണ്ടോ? ഇത്തരം ചിന്തകൾക്ക് ലിമിറ്റ് ഉണ്ടോ? സങ്കല്പിക്കുന്നതും എല്ലാം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചിലതൊക്കെ രൂപീകരിക്കപ്പെട്ടു. നമ്മൾ അറിയാതെ പറയുന്ന, ഓ ഞാൻ നിന്നെ പറ്റി വിചാരിച്ചതേ ഉള്ളൂ, നീ ഇവിടെ വന്നോ, ഞാനിപ്പോൾ അങ്ങനെ ഒരു കൺസെപ്റ്റ്, അല്ലെങ്കിൽ ഞാനിപ്പോൾ നിന്നെ ഓർത്തതേ ഉള്ളൂ, അപ്പോഴേക്കും നീ ഇവിടെ മെസ്സേജ് അയച്ചോ, ഞാൻ അപ്പോഴത്തേക്കും ചായ വേണമെന്ന് ആഗ്രഹിച്ചപ്പോഴത്തേക്കും എനിക്ക് ചായ കിട്ടി, ഒരു ജ്യൂസ് കഴിക്കണമെന്ന് ആഗ്രഹിച്ചപ്പോഴത്തേക്കും അപ്പോഴത്തേക്കും ജ്യൂസ് ഇവിടെ മുന്നിൽ വന്നു. ഇത് നമ്മൾ അറിയുന്നില്ല ഈ സിദ്ധാന്തം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന്. നമ്മളൊരു ജ്യൂസിനെ പറ്റി ചിന്തിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മളുടെ ചിന്ത എന്ന് പറയുന്ന ആ ഒരു എനർജി കൺവെർട്ടായി ജ്യൂസ് കടയായി മാറുന്നു. ക്വാണ്ടം ഫിസിക്സിൽ മാറ്റർ എന്ന് പറയുന്ന എനർജിയാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ തലച്ചോറിലെ ഇലക്ട്രിക്കൽ സിഗ്നലുകളായ ചിന്തകൾക്ക് ശൂന്യതയിൽ നിന്നും പെട്ടെന്ന് ഒരു ഫിസിക്കൽ ഒബ്ജക്റ്റിനെ, ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ ഈ പറഞ്ഞ ജ്യൂസ് കട, ഈ ജ്യൂസ് കടയെയോ അല്ലെങ്കിൽ മറ്റൊരു കാറിനെയോ ഉണ്ടാക്കാൻ കഴിയില്ല. നമ്മൾ ജ്യൂസിനെ പറ്റി ചിന്തിക്കുമ്പോൾ എന്താ ഇവിടെ സംഭവിക്കുന്നത്? നമ്മുടെ തലച്ചോറിൽ റാസ് അല്ലെങ്കിൽ റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു സംഭവം വർക്ക് ചെയ്യാൻ തുടങ്ങും. ഇത് വർക്ക് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ ജ്യൂസ് കടകൾ മാത്രം ശ്രദ്ധിക്കാൻ തുടങ്ങും, അല്ലെ? റെഡ് കാർ തിയറിയൊക്കെ ഇതിന്റെ ഒരു ഉദാഹരണമാണ്. അവിടെ കൂടെ പോകുന്ന ഒരുപാട് കാറുകളുണ്ട്. പക്ഷെ നമ്മളോട് ഒരാൾ പറയുകയാണ്, നിങ്ങൾ അതിനകത്ത് എത്ര റെഡ് കാർ ഉണ്ടെന്നൊന്ന് ഐഡന്റിഫൈ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ കാണുന്നതെല്ലാം റെഡ് കാറുകൾ മാത്രമായിരിക്കും, അല്ലെ? അതായത് നമ്മളപ്പോൾ ഒരുപാട് റെഡ് കാറുകൾ കാണും. സോ ഇതുപോലെ തന്നെ നമ്മളൊരു ചായക്കട, നമ്മൾ പോകുന്ന വഴിക്ക് തലവേദന എടുക്കുന്ന ഒരു ചായ കുടിക്കണമെന്ന് ചിന്തിച്ചാൽ പിന്നീട് നമ്മൾ നോക്കുന്ന മുഴുവനും ഒരുപാട് കടകൾ, പൂക്കടകളും ബാക്കിയുള്ള കടകളും ഒക്കെ നമ്മുടെ സൈഡുകളിൽ ഉണ്ടെങ്കിൽ പോലും നമ്മളുടെ കോൺസെൻട്രേഷൻ ആക്ച്വലി നമ്മൾ ഫൈൻഡ് ചെയ്യുന്നത്, തിരയുന്നത് ചായക്കടയാണ്. ഇതുപോലെയാണ് ഈ ജ്യൂസ് കടയും തിരയുന്നത്. അപ്പോൾ അവിടെ ജ്യൂസ് കട, നമ്മളുടെ ശ്രദ്ധയിൽ ജ്യൂസ് കടകളും അതിന്റെ ബോർഡുകളും ഒക്കെ നമ്മുടെ കണ്ണുകളിലേക്ക് കൂടുതലായിട്ട് കാണപ്പെടും. അതാണ് അതിന്റെ പിന്നിലത്തെ വാസ്തവം. അല്ലാതെ നമ്മളുടെ തലച്ചോറിലെ ചിന്ത കട്ട പിടിച്ച് ജ്യൂസ് കട ആയതല്ല. അത് തികച്ചും തെറ്റായ ഒരു കാര്യമാണ്. ഇനി ബ്രാവോ എന്ന് ബ്രെയിൻ വേവ്സുകളെ കുറിച്ച് അദ്ദേഹം പറയുന്ന ഭാഗത്ത് പറയുന്നുണ്ട്, ബ്രാവോ എന്ന് പറയുന്നുണ്ട്. ചിലപ്പോൾ നാവുപിഴയാവാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാവാം. തലച്ചോറിൽ യഥാർത്ഥത്തിൽ അത്തരത്തിലൊരു വേവ് ഉണ്ടോ? അദ്ദേഹം പറയുന്ന ക്ലിപ്പ് നമുക്കൊന്ന് കണ്ടു നോക്കാം. സാധാരണക്കാരുടെ ചിന്ത, ഒരു ഓർഡിനറി മനുഷ്യന്റെ തോട്ട് വേവ്സ് എന്ന് പറഞ്ഞാൽ ബ്രേവോ ആണ്. ബ്രേവോ ഇപ്പൊ കണ്ടു അല്ലേ? സാധാരണക്കാരുടെ ചിന്തകൾ ബ്രാവോ ആണ്, തീറ്റയാണ്, ഡെൽറ്റയാണ് എന്ന് പറയുന്നു. അപ്പോൾ ബ്രാവോ എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് അവിടെ അദ്ദേഹം പറയുന്നുണ്ട്. ശരിക്കും സയൻസിൽ ബ്രെയിൻ വേവുകളിൽ ബ്രാവോ എന്നൊന്നില്ല. ഒരുപക്ഷെ അദ്ദേഹം ഉദ്ദേശിച്ചത് ബീറ്റ ആയിരിക്കാം. കാരണം തലച്ചോറിന്റെ വേവ്സ് പറയുന്ന സമയത്ത് നമ്മൾ പറയുന്ന പ്രധാനമായ കുറച്ച് വേവ്സ് ഉണ്ട്. അതിൻ്റെ അകത്താണ് നമ്മൾ പറയുന്നതാണ് ആൽഫ, ബീറ്റ, തീറ്റ, ഡെൽറ്റ, ഗാമ എന്നിങ്ങനെ. ആൽഫ, ബീറ്റ, തീറ്റ, ഗാമ, അതുപോലെ ഡെൽറ്റ, ഇങ്ങനെയുള്ള
വേവ്സ് ആണ് നമുക്ക് നമ്മുടെ തലച്ചോറിലുള്ളത്. അദ്ദേഹം ഉദ്ദേശിച്ച ബീറ്റ ആയിരിക്കുമെന്ന് ഞാൻ സ്ട്രോങ്ലി ഐ ബിലീവ് ഇൻ ദാറ്റ്. എന്തായാലും സാധാരണ നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ ഉണ്ടാകുന്നത് ബീറ്റയാണ്. ആൽഫ, ബ്രാവോ, ചാർലി എന്നൊക്കെ പറയുന്നത് എന്താ, പോലീസിലും മിലിറ്ററിയിലും ഒക്കെ ഉപയോഗിക്കുന്ന ചില അവരുടെ കോഡാണ്. അപ്പൊ അതുമായിട്ട് ഈ പറഞ്ഞ തലച്ചോറിന്റെ വേവ്സിന് ബന്ധമൊന്നുമില്ല കേട്ടോ. ഒരു സയന്റിഫിക് തിയറി പറയുമ്പോൾ ഇത്തരം അടിസ്ഥാനപരമായ കാര്യങ്ങളുടെ പേരുകൾ മാറുന്നത് ആ തിയറിയുടെ ഒരു വിശ്വാസത്തെ തന്നെ ബാധിക്കും. ഇനി അദ്ദേഹം പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഈ മാനിഫെസ്റ്റേഷനിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പുള്ളി പറയുന്നത്, നമുക്ക് മഴയൊക്കെ നിയന്ത്രിക്കാൻ പറ്റും. ഇതൊന്ന് കേട്ടു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ചിന്തിക്കുന്നു, അതേ തലത്തിൽ നിന്ന് ഒരു ഗാമ തരംഗത്തിൽ നിന്ന് നിങ്ങൾ ചിന്തിക്കുകയാണ്, ഈ പെയ്യുന്ന മഴ സ്റ്റോപ്പ് ആവുന്നു. കേട്ടില്ലേ? അതായത് അദ്ദേഹം പറയുന്നത് ഗാമ വേവ്സ് എന്നത് നമ്മുടെ ആ ഒരു സംഭവം അതിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ, ഗാമ തരംഗത്തിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മഴയെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും എന്ന്. നിങ്ങൾക്ക് എന്താ തോന്നുന്നേ? യാദൃശ്ചികമായിട്ട് ഞാനിപ്പോൾ ഈ മഴ ഇപ്പം നിൽക്കും എന്ന് ചിന്തിക്കുന്ന സമയത്ത് മഴ നിന്നാൽ അത് നമ്മളുടെ യാദൃശ്ചികതയാണ്, അല്ലേ? യാദൃശ്ചികതയാണ്, അല്ലാതെ അവിടെ നമ്മളുടെ തലച്ചോറ് ചിന്തിച്ചത് കൊണ്ടൊന്നും അല്ല മഴ നിന്നത്. കാര്യം അങ്ങനത്തെ സ്വിച്ച് നമ്മുടെ കയ്യിൽ തന്നെ, ഇന്റേണലി നമ്മുടെ കയ്യിൽ തന്നെ അങ്ങനത്തെ സ്വിച്ച് ഉണ്ടായിരുന്നെങ്കിൽ ദാറ്റ്സ് വെരി ബെറ്റർ. പക്ഷെ അതല്ല അവിടെ സംഭവിക്കുന്നത്. അതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഒരു സംഭവം ഗാമ വേവ്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ തലച്ചോറ് അതീവ ഏകാഗ്രതയിലേക്ക് ഹൈ ഫോക്കസ് ആയിരിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ് ഈ പറഞ്ഞ ഗാമ വേവ്സ്. ഗാമ വേവ്സ് ഉണ്ടാകുന്നത് ധ്യാനിക്കുമ്പോഴൊക്കെ ഇത് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ എൻ്റെ തലയിലെ ഈ തരംഗം കൊണ്ട് പുറത്ത് പെയ്യുന്ന ഒരു മഴയെ കൺട്രോൾ ചെയ്യാം. മഴത്തുള്ളിയുടെ കൈനറ്റിക് എനർജി, മഴത്തുള്ളി മുകളിൽ നിന്ന് താഴേക്ക് വരുന്നത് കൈനറ്റിക് എനർജി എന്ന് പറയുന്ന ഒരു സെറ്റപ്പിലാണ്. അപ്പോൾ ആ കൈനറ്റിക് എനർജിയെ തടഞ്ഞു നിർത്താം എന്ന് പറയുന്നത് ഫിസിക്സ് അല്ല, അതെന്താണ്? ഫാന്റസിയാ. ഫിസിക്സ് പറയുമ്പോൾ ഫിസിക്സിൻ്റെതായ രീതിയിൽ പറയണം, ഫാന്റസി പറയുമ്പോൾ ഫാന്റസി ആയിട്ട് പറയണം, വിശ്വാസം പറയുമ്പോൾ അതിൻ്റെതായ രീതിയിൽ പറയണം. വിശ്വാസത്തിൽ എന്തും കാണിക്കാം, കഥയിൽ ചോദ്യമില്ല എന്ന് പറയും പോലെ വിശ്വാസവും കഥയും ഒക്കെ അങ്ങനെ നമുക്ക് കൊണ്ടുപോകാം. പക്ഷേ ഫിസിക്സിന്റെ കാറ്റഗറിയിലേക്ക് അദ്ദേഹം പറയുന്നതുകൊണ്ടാണ് ഞാൻ ഇതിനെ മനസ്സിലാക്കി തരുന്നത്. അപ്പൊ ഫിസിക്സ് പറയുമ്പോൾ ഇത് എന്താണ്, കൈനറ്റിക് എനർജി ആയിട്ട് മഴത്തുള്ളി, മുകളിൽ നിന്ന് വരുന്ന മഴത്തുള്ളിയെ നമുക്ക് നമ്മളുടെ ചിന്ത കൊണ്ട് കൺട്രോൾ ചെയ്യാമെന്ന് പറയുന്നത് നോട്ട് പോസിബിൾ. നടക്കില്ല, അല്ലേ? നടക്കില്ല, അത് നിങ്ങൾക്കറിയാം. മഴ തോരുന്നത് യാദൃശ്യമായി സംഭവിക്കാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിലുണ്ട്. നമ്മൾ ചിലപ്പോൾ പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുക, പക്ഷേ മഴയാണല്ലോ, തോർന്നില്ലെങ്കിൽ പോകാമെന്ന് പറയുമ്പോൾ പെട്ടെന്ന് മഴ ഇങ്ങനെ സ്വിച്ച് ഇട്ട പോലെ നിൽക്കുന്നു, നമുക്കൊക്കെ അനുഭവം ഉണ്ടാവും. അപ്പൊ മഴ നിന്നല്ലോ പോയേക്കാം എന്ന് കരുതുന്നത് അത് യാദൃശ്യമായി സംഭവിക്കാം. പക്ഷെ അത് നമ്മുടെ ചിന്ത കാരണമാണെന്ന് വിശ്വസിക്കുന്നത് കൺഫർമേഷൻ ബയാസ് എന്ന് പറയുന്ന സൈക്കോളജിക്കൽ അവസ്ഥയാണ്. ഓക്കെ, കൺഫർമേഷൻ ബയാസിനെ കുറിച്ച് നമ്മൾ ഒരുപാട് വീഡിയോസ് പറഞ്ഞിട്ടുണ്ട്, പല കാര്യങ്ങളും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അത് വീഡിയോസ്, അതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ പിന്നീട് നമുക്ക് ചെയ്യാൻ വേണമെങ്കിൽ. ഇനി ഇതിൻ്റെ അകത്ത് ഒരു കോമഡി ആയിട്ടുള്ളൊരു പാർട്ട്, അതായത് ഏലിയൻസും ഇല്ലുമിനാറ്റിയും. അദ്ദേഹം ഏലിയൻസിനെയും ഇല്ലുമിനാറ്റിയെയും കുറിച്ച് ആ ഒരു വീഡിയോയിൽ തന്നെ പറയുന്നു. ഈ ലോകത്ത് വിജയിച്ച ബിസിനസ്സുകാരും മറ്റും എങ്ങനെയാ നിലയിലെത്തിയത്? കഠിനാധ്വാനം കൊണ്ടാണോ, അല്ല അതിനു മുകളിൽ മറ്റെന്തെങ്കിലും കൊണ്ടാണോ? അപ്പൊ ഈ ഒരു കാര്യത്തിന് അദ്ദേഹത്തിന് മറ്റൊരു മറുപടി ഉണ്ട്, അത് നമുക്ക് കേട്ടു നോക്കാം. വേൾഡ് ഐക്കൺസ് എല്ലാം തന്നെ, പേരെടുത്ത് പറയുന്നില്ല, അവരെല്ലാം വെട്ടിപ്പിടിച്ച് സാമ്രാജ്യമായി വാഴുന്നത് അത് ഇലുമിനാറ്റി പവർ ഉപയോഗിക്കുന്നുണ്ട്, ഏലിയസ് അദ്ദേഹം പറഞ്ഞത് കേട്ടില്ലേ? അപ്പൊ ഇവിടെയാണ് ഇത് തികച്ചും ഒരു ഗൂഢാലോചന സിദ്ധാന്തം അഥവാ കോൺസ്പിറൻസി തിയറി എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലേക്ക് ഈ ഒരു കോൺവെർസേഷൻ മൊത്തത്തിൽ മാറുക. ഇദ്ദേഹം ഇതുവരെ സംസാരിച്ച കാര്യങ്ങളിൽ നിന്നും ഈ കോൺവെർസേഷൻ മൊത്തത്തിൽ അതിൻ്റെ അകത്തേക്ക് മാറുകയാണ്. ഒരു കോൺസ്പിറൻസി തിയറി അല്ലെങ്കിൽ ഗൂഢാലോചന സിദ്ധാന്തം എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് മാറുകയാണ്. ലോകത്തിലെ വമ്പൻ വിജയങ്ങൾക്ക് പിന്നിൽ ഏലിയൻ ടെക്നോളജിയാണ് അല്ലെങ്കിൽ ഇല്ലുമിനാറ്റിയാണ് എന്നൊക്കെ പറയുന്ന ഒരു രീതി. പക്ഷെ അതൊന്നും അല്ല സത്യം. വിഷനും കൃത്യമായ പ്ലാനിങ്ങും കഠിനാധ്വാനവുമാണ് ഓരോ ബിസിനസ്സിനെയും, അല്ലെ, ആ അവരുടെയൊക്കെ ലൈഫ് നമ്മൾ പിന്നിലേക്ക് എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ അവർ ഒരുപാട് സമയം, അല്ലെങ്കിൽ അവരുടെ ഇപ്പൊ ചില ആളുകൾ റൺ ചെയ്യുന്നത്, ഇപ്പൊ നമ്മൾ അംബാനി കുടുംബത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ബിസിനസ് റൺ ചെയ്യുന്നത് അദ്ദേഹം പാരമ്പര്യമായിട്ട് കിട്ടിയ ഒരു ബിസിനസ്സിനെ റൺ ചെയ്ത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നു. അതിൽ പോലും മുകേഷ് അംബാനി ഇന്നിപ്പോൾ വിജയിച്ചിട്ടുണ്ടെങ്കിൽ അനിൽ അംബാനി കോടിക്കണക്കിന് രൂപയുടെ കടത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായി മാറി. ബാങ്കുകൾ പോലും ഫ്രോഡ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലേക്ക് അദ്ദേഹം ഇത് ഉൾപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞ് വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിനെതിരെ അദ്ദേഹം സുപ്രീം കോടതി പോകുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അദ്ദേഹം വിജയിച്ച മനുഷ്യനായിരുന്നു. റിലയൻസ് എന്ന് പറയുന്ന ആദ്യത്തെ ഒരു ടെലികോം മീഡിയ നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിച്ച വ്യക്തിയാണ്. അദ്ദേഹം കോടിക്കണക്കിന് രൂപ സമ്പാദിച്ചിട്ടുള്ളത്. പക്ഷേ ബിസിനസ് പൊളിഞ്ഞപ്പോൾ അദ്ദേഹം പാപ്പരായി. അപ്പോൾ ശരിക്കും പറയാം, ബിസിനസ് എന്ന് പറയുന്ന സാധനം വളരുന്നതും അത് ഡെവലപ്പ് ആകുന്നതും ഒക്കെ ഈ ഏലിയൻസിന്റെ ആണ് എന്നൊക്കെ പറയുന്നത് തെറ്റാ. അപ്പൊ എന്താണ്, അംബാനി കുടുംബത്തിന് വിഷൻ ഇല്ലാത്തത് കൊണ്ടാണോ അനിൽ അംബാനിയുടെ ബിസിനസ് തോറ്റത്? അല്ല, മീൻസ് ഇല്ലുമിനാറ്റിയുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നതുകൊണ്ടാണ് അത് വിജയിച്ചത്, പിന്നീട് ആ സപ്പോർട്ട് കുറഞ്ഞതുകൊണ്ടാണ് അദ്ദേഹം തോറ്റത്? അല്ല, അതിൽ വിഷനിൽ സംഭവിച്ച കാലത്തിനനുസരിച്ച് ഓടാത്തതിന്റെ കുഴപ്പമാണ്. നോക്കിയ എന്ന് പറയുന്ന ബ്രാൻഡിന് സംഭവിച്ചതാ.
നോക്കിയ എന്ന് പറയുന്ന ബ്രാൻഡ് സാംസങ് പോലുള്ള ബ്രാൻഡുകൾ ആൻഡ്രോയിഡിലേക്ക് തിരിഞ്ഞപ്പോൾ നോക്കിയ അപ്പോഴും സിംബിയൻ വോയിസിൽ കളിച്ചുകൊണ്ടേയിരുന്നു. ഇത് ടെക്നിക്കലാണ്. അപ്പോൾ നോക്കിയ ഇതിപ്പോൾ നമ്മുടെ മുന്നിലുണ്ടോ? ഇല്ല. പിന്നെ വിൻഡോസുമായി ഒരു തിരിച്ചുവരവ് നടത്താൻ ശ്രമിച്ചെങ്കിലും നോക്കിയക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. കാര്യം അപ്പോഴത്തേക്കും സാംസങ്ങും ബാക്കിയുള്ള ബ്രാൻഡുകളും മോട്ടോറോള അടക്കമുള്ള ഒരുപാട് ബ്രാൻഡുകൾ മാർക്കറ്റ് കൈയടക്കി കഴിഞ്ഞു. ഇന്നിപ്പോൾ വിവോ, ഓപ്പോ, എംഐ അങ്ങനെ ഒരുപാട് ബ്രാൻഡുകൾ ഈ പറഞ്ഞ ഇതിലേക്ക് വന്നു. എന്നാൽ ഇപ്പോഴും ആപ്പിൾ ഫോണുകൾ അവരവരുടെ സ്ട്രാറ്റജികൾ മാറ്റിക്കൊണ്ടും അവരവരുടെ അപ്ഡേഷൻസ് ചെയ്തുകൊണ്ടും ഇപ്പോഴും മാർക്കറ്റിൽ നിലവിലുണ്ട്. അപ്പൊ ഇത് ആ ഒരു വ്യത്യാസമാണ്. ബിസിനസ് വിജയിക്കണമെന്നുണ്ടെങ്കിൽ വിഷൻ വേണം, അതിനുവേണ്ടി മിഷൻ വേണം, അതുകൂടാതെ ഒരു ലോങ് ടൈം പ്ലാനിങ് വേണം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ബിസിനസ് നിലനിർത്താൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ബിസിനസ് തകർന്നടിയും. അവിടെ ഇല്ലുമിനാറ്റിയും ബാക്കിയുള്ള കാര്യങ്ങളും ഒന്നും അല്ല ബിസിനസിനെ കൺട്രോൾ ചെയ്യുന്നത്. ഭാഗ്യം കൊണ്ട് ചില ആളുകൾ രക്ഷപ്പെടുന്നുണ്ടാവാം, സമയം കൊണ്ട് എന്നൊക്കെ പറയുന്നത് പോലെ ചിലപ്പോൾ അത്തരത്തിൽ ബിസിനസ് ഭയങ്കരമായിട്ട് കണ്ണടച്ച് തുറക്കുന്ന കൊണ്ട് സമയം കൊണ്ട് വളരുന്ന യൂട്യൂബ് ചാനലുകളും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളും ഒക്കെ അതൊന്നും ഒരു യാദൃശ്ചികമായിട്ട് മാത്രം സംഭവിക്കുന്നതാണ്. പക്ഷെ ബാക്കിയുള്ള നമ്മളെ പോലുള്ള ആളുകളൊക്കെ നല്ല എഫേർട്ട് എടുത്തിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ആളുകൾ ഒരു ലൈക്ക് തരുന്നത്. അത്രേ ഉള്ളൂ ഇതിന്റെ പിന്നിലെ കാര്യം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങൾ, ഇത്തരം ഹാർഡ് വർക്കിനെ ഈ ഒരു സംഭവത്തിലൂടെ അവരൊക്കെ രക്ഷപ്പെടുന്നത് എന്ന് പറയുന്നത് അവരുടെ ആ ഒരു എഫേർട്ടിനെ അവർ അതിൻ്റെ അകത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് അവരുടെ ലൈഫിനെ തന്നെ അവഹേളിക്കുന്നതിന് തുല്യമോ അപമാനിക്കുന്നതിന് തുല്യമോ. അങ്ങനെയുള്ള ഈ ലോകത്ത് എല്ലാവരും ഈ ഇല്ലുമിനാറ്റിയും ബാക്കിയുള്ള വിഷനെ മാത്രം ആശ്രയിച്ച് ജീവിച്ചാൽ മതി, പരിപാടി നടന്നേനെ. പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നതിനും ലക്ഷ്യബോധത്തോടു കൂടി ഇതിൻ്റെ അകത്തേക്ക് ഇരിക്കുന്നതിനും ഒക്കെ ഈ ഒരു ക്ലാസ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു സംഭാഷണം ഒരുപാട് സ്ഥലങ്ങളിൽ സഹായിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ അദ്ദേഹത്തെ ഇതിൻ്റെ അകത്ത് ചൂണ്ടിക്കാണിച്ചത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെയാണ്. ഈ പോസിറ്റീവായി ചിന്തിക്കുന്നത്, ലക്ഷ്യബോധത്തോടെ ഇരിക്കുന്നതും ഒക്കെ വളരെ നല്ലതാണ്. അത് നമ്മുടെ കോൺഫിഡൻസ് കൂട്ടും. പക്ഷേ ചിന്തിച്ച് മഴ നിർത്താമെന്നും ഏലിയൻസിനെ സഹായിക്കാം, ഏലിയൻസ് നമ്മളെ ഒന്ന് സഹായിക്കുമെന്നും അങ്ങനെയൊക്കെ കരുതുന്ന ആ ഒരു കാര്യമുണ്ടല്ലോ, അതൊക്കെ ഈ മാനിഫെസ്റ്റേഷനെ ഒരു മോട്ടിവേഷൻ ടൂളായി കാണുക എന്നുള്ളതല്ലാതെ അതിനപ്പുറം ഇത്തരം ഒരു സ്യൂഡോ സയൻസ് അല്ലെങ്കിൽ കോൺസ്പിറൻസി തിയറി അതിൻ്റെ അകത്തേക്കൊക്കെ പോവുക എന്ന് പറയുന്നത് അത്ര നല്ലൊരു ശീലമല്ല. അത് നമ്മളെ കൂടുതൽ മറ്റൊരു തരത്തിലേക്ക്, ഒരു ആവശ്യമില്ലാത്തൊരു ചിന്താഗതിയിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകും. അതൊക്കെ കൊണ്ടാണ് അവർ രക്ഷപ്പെട്ടത്, അതൊന്നും നമുക്കില്ലാത്തതുകൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല എന്നൊക്കെയുള്ള ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു നെഗറ്റീവ് തോട്ട്സ്, അതിനെ നമ്മൾ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോ ചെയ്തതിന്റെ ലക്ഷ്യം. അല്ലാതെ അദ്ദേഹം പറഞ്ഞ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ ഞാൻ ബഹുമാനിക്കുന്നു. അദ്ദേഹം ഒരുപാട് നല്ല വശങ്ങൾ പറയുന്നുണ്ട്. ഉദാഹരണമായി പറഞ്ഞാൽ ചിന്തകളുടെ ശക്തിയെക്കുറിച്ച് അദ്ദേഹം ആ ഒരു വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്. നമ്മളൊരു കാര്യത്തെക്കുറിച്ച് തീവ്രമായി ആഗ്രഹിക്കുമ്പോൾ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്താൽ നമ്മുടെ പ്രവർത്തികൾ അതിനനുസരിച്ച് മാറുകയും ലക്ഷ്യത്തിലേക്ക് നമ്മളെ അത് എത്തിക്കുകയും ചെയ്യും എന്നൊക്കെ പറയുന്നു. അതിന് നമ്മൾ ആ റാസ് എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റവുമായിട്ട് കണക്ട് ചെയ്ത് പറയുന്നു. അപ്പൊ അതൊക്കെ നല്ലതാണ്. പിന്നെ സ്പിരിച്വാലിറ്റിയുടെ നിർവചനം അദ്ദേഹം പറയുന്നത് വളരെ ബെറ്റർ ആയിട്ടുള്ളൊരു രീതിയിലാണ്. അതിന്റെ ഏറ്റവും ചുരുക്കരൂപം പുള്ളി പറയുന്നതെന്ന് പറഞ്ഞാൽ മതത്തിനപ്പുറം പ്രപഞ്ചത്തെയും ആത്മാവിനെയും അറിയലാണ് സ്പിരിച്വാലിറ്റി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത് വളരെ യുക്തിഭദ്രമായ ഒരു നിലപാടാണ്. മതത്തിനപ്പുറം നമ്മളുടെ സത്തയെ അറിയാൻ നമ്മൾ ശ്രമിക്കുക എന്ന് പറയുന്നത് എങ്ങനെയാണ് മനുഷ്യനുണ്ടായത് ഇന്നും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പല മതങ്ങളിലും പല ആശയങ്ങളുണ്ടെങ്കിലും യുക്തിഭദ്രമായ രീതിയിൽ അന്വേഷിക്കുക, കണ്ടെത്തുക എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അത് വളരെ നല്ലൊരു രീതിയാണ്. പിന്നെ തലച്ചോറിൽ ഗാമ വേവ്സിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത് നല്ല ഒരു ഏകാഗ്രതയുമായി ഉയർന്ന, അതായത് ഹൈ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു കോൺസെൻട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട തരംഗങ്ങളാണ് എന്ന് പറയുന്നുണ്ട്. അതൊക്കെ വാസ്തവമാണ്. അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ മാനിഫെസ്റ്റേഷൻ എന്നത് ഏലിയൻസും ഇല്ലുമിനാറ്റിയുമായിട്ടൊന്നും ബന്ധപ്പെട്ട കാര്യങ്ങളുമായിട്ട് ഉള്ള അറിവ് നേടാനുള്ള സംഭവമൊന്നുമല്ല. അത് അക്കമിട്ട് അടിവരയിട്ട് പറഞ്ഞു തരാൻ ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുന്നു. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഹാവ് എ നൈസ് ഡേ, ബൈ ബൈ, താങ്ക് യു, സ്റ്റേ ട്യൂൺ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെൽ ബട്ടണൊക്കെ അടിച്ച് പൊട്ടിക്കുക, അതുപോലെ ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്, ബൈ.